ആമസോണിൽ ജോലി കിട്ടിയാൽ എത്ര രൂപ സാലറി കിട്ടുമെന്നുള്ളത് പലർക്കും ഉള്ള ഡൗട്ടാണ്. അങ്ങനെയുള്ള എല്ലാ ഡൗട്ടുകൾക്കുള്ള ആൻസർ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആമസോൺ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ടെക് ജയന്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഓൾസോ ആമസോൺ എന്നത് ഒരു ഓൺലൈൻ റീറ്റെയിലർ മാത്രമല്ല, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടെയാണ്. ആമസോൺ അവരുടെ എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുന്നത്, എത്ര സാലറി കൊടുക്കുന്നു, ആമസോണിൽ ഒരു ജോലി കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ആമസോണിൽ സാലറി അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ മെനി ഫാക്ടേഴ്സ്. അപ്പൊ അതിലെ ഏറ്റവും ഫസ്റ്റ് ഫാക്ടർ ആണ് റോൾ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരുപാട് റോൾസ് ഉണ്ട്, ലൈക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ സയന്റിസ്റ്റ്, AI റിസർച്ച് എക്സ്പേർട്ട്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് റോൾസിലായിട്ടാണ് നമുക്ക് ഇവിടെ ആമസോണിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ റോൾസിനും അതിൻ്റെതായിട്ടുള്ള സാലറി പാക്കേജസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും സാലറിയിൽ വേരിയേഷൻസ് വരാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രഷറിന് കിട്ടുന്ന സാലറി ആയിരിക്കില്ല 5 years എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ റോൾ ആൻഡ് എക്സ്പീരിയൻസ് ഈ ഒരു സാലറി എന്ന് പറയുന്നത് വേരി ചെയ്യും. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആണ്. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ച്, ഇപ്പം അതൊരു ഡിഫറെന്റ് കൺട്രി ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേറ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന കൺട്രി, സ്റ്റേറ്റ് ഓർ സിറ്റി വാട്ട് എവർ, അതനുസരിച്ചിട്ട് ഈ പറയുന്ന സാലറിയിൽ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സിറ്റിയിൽ കിട്ടുന്ന സാലറി ആയിരിക്കില്ല കുറവ് കോസ്റ്റ് ഉള്ള ഒരു സിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത്. സോ ആ ഒരു വേരിയേഷനും കൂടെ അവിടെ വരുന്നുണ്ട്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സ്കിൽ സെറ്റ് ആണ്. സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും, കരിയർ ഗ്രോത്ത് ഉണ്ടാവും, ആൻഡ് ഓൾസോ സാലറി ഗ്രോത്ത് ഓൾസോ അവിടെ ഉണ്ടാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, മെഷീൻ ലേണിംഗിലൊക്കെ നമ്മൾ ഒരു എക്സ്പേർട്ട് ആണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് സാലറിയിൽ കയറ്റം വരാനായിട്ട് പറ്റും. നാലാമത്തെ ഫാക്ടർ ആണ് ബോണസും സ്റ്റോക്ക് ഓപ്ഷൻസും. ഇവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ബേസിക് സാലറിക്ക് പുറമെ ബോണസുകളും RSUസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന സാലറിയുടെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പ്രധാന ഭാഗമായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് സ്റ്റോക്ക് ഓപ്ഷൻസിന് വരുന്ന മൂല്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ അതനുസരിച്ചിട്ട് ഇവരുടെ ആ ഒരു സാലറി പാക്കേജിലും ഉയർച്ച വരും. ഇനി നമുക്ക് ഇവിടെ വരുന്ന ജോബ് റോൾസിൽ വരുന്ന ഏകദേശം സാലറീസ് എത്രയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഇവിടെ ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വിത്തിൻ 15 to 30 lakhs ആണ്. ആൻഡ് അബൌട്ട് ഒരു ഡേറ്റ സയന്റിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വിത്തിൻ 14 to 40 lakhs. ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ടിന്റെ കേസ് ആണെങ്കിലോ ഇറ്റ് വിൽ വാരി ഫ്രം 15 to 50 lakhs. ആൻഡ് ഒരു കസ്റ്റമർ അസോസിയേറ്റിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വിത്തിൻ 3 lakhs to 6 lakhs. അപ്പോൾ ഇവിടെ സാലറി മാത്രമല്ല, ആമസോൺ അവരുടെ എംപ്ലോയീസിന് ഒരുപാട് ബെനിഫിറ്റ്സും കൂടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ലൈക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, പെയ്ഡ് ടൈം ഓഫ്, കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഡിസ്കൗണ്ട് ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് കയറാനായിട്ട് അല്ലെങ്കിൽ ഒരു ആമസോണിലുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറയാം. അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്യൂമെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ജോലിയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യേണ്ടത്. മൂന്നാമതായി നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സ് എല്ലാം ഒന്ന് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ബിൽഡ് നെറ്റ്വർക്ക്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഈ ആമസോൺ എന്ന് പറയുന്ന കമ്പനിയിലേക്കുള്ള റോൾസിലേക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ഹയർഡ്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ദെൻ കമന്റ് ചെയ്യുക. താങ്ക് യു.